ഹായ്, അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അയ്യോ, എൻ്റെ ഫോൺ ഞാൻ എവിടേക്ക് വെച്ചു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കൂ ഇതേതാണ്? ഇതല്ലല്ലോ എൻ്റെ ഫോണ്, ആമേശമതാണ്. കുപ്പിവെള്ളം. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ആഴ്ചക്ക് ഡ്രസ്സ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങനെ വലിയ റേഞ്ചിൻ്റെ ഡ്രസ്സൊക്കെ എടുക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പിന്നീട് അത് അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഹെവി എടുത്താൽ നമുക്ക് നോർമലായിട്ട് ഉള്ള ഇതിന് ഇടാനും പറ്റില്ല. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ കുറച്ച് ഹെവിയാണ്. ഇത് ഹൗസ് വാമിങ്ങിൻ്റെ ആ സമയത്തേക്ക് എടുത്തതാണ്. അപ്പം ഞാനിതുവരെ ശോഭികയിലൊക്കെ പോയി വസ്ത്രമാളിക എന്താ അതിൻ്റെ പേര്, എന്തോ ഒരു പേരുണ്ട്, അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം സംഗീതത്തിൽ ഞാനിതിന് മുമ്പ് എനിക്ക് ഫോട്ടോഷൂട്ട് ഉണ്ടായിട്ട് ഞാൻ ഇതുപോണം പട്ടുപാവാടയും കുപ്പായം എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇന്നാണ് സംഗീതത്തിലെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് കാണുന്നതും. ഞാൻ എടുത്തത് 1998 രൂപ. 2000 രൂപക്ക് 2 രൂപ കുറവാണുള്ളതെങ്കിൽ പോലും എനിക്ക് അടിപൊളി 2 ഡ്രസ്സാണ് കിട്ടിയത്. ഡ്രസ്സ് നിങ്ങൾ കണ്ടതാണ് എങ്കിൽ പോലും ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒന്നതാ ഈ ധാവണിയാണ്. ധാവണി ഇത് ദുപ്പട്ട വരുന്നത് നല്ല ക്വാളിറ്റി ദുപ്പട്ടയാട്ടോ, ലോക്കൽ ദുപ്പട്ടയൊന്നുമല്ല. ബ്ലൗസ് അടിച്ചിരിക്കുന്നതൊക്കെ നല്ല വൃത്തിക്ക് അടിച്ചിരിക്കുന്നുണ്ട്. നല്ല മോഡലായിട്ട് നല്ല വൃത്തിക്ക് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും എനിക്കൊക്കെ നല്ല സുഖമാട്ടോ. ഇനി ഞാൻ ശോഭികയിൽ പോയിട്ട് തപ്പാൻ നിൽക്കൂല. അതിനെക്കാട്ടിലും മക്കളെ എന്തൊരു വെയിറ്റാണെന്നറിയോ ഇതിന്. നല്ല ഹെവി വർക്കാണ് ഇതിന്. അതും ഒറിജിനൽ മിറർ വർക്ക് കേട്ടോ. ഷാള് അതിനെക്കാട്ടിലും നല്ല വർക്കുള്ള. അപ്പം എനിക്ക് നല്ല വേർത്തായിട്ട് തോന്നി. അപ്പോൾ അതൊന്നും നിങ്ങളോട് പറയണമെന്ന് തോന്നി. അങ്ങനെ എല്ലാം കൂടി ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഇങ്ങോട്ടും പോന്നു, മകൻ അങ്ങോട്ടും പോയി. മകന് ബ്ലോക്കായിട്ട് ലേറ്റായി എന്ന് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിക്കോ. അതാകുമ്പോൾ മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ്. എൻ്റെ വീട്ടിലേക്ക് പോകുമ്പം ചിലപ്പോൾ ബസ്സില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെയാണ് അത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരാൾ സ്പോൺസർ ചെയ്തതാണ്. എന്നെപ്പോലെ തന്നെ ഒരാൾ മുസ്ലിം മതസ്ഥനായിട്ട് ജനിച്ചു. മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എല്ലാത്തിലും വിശ്വസിക്കുന്ന ഒരാൾ. ഇതിനു മുമ്പ് ഉളയനാട് അമ്പലത്തിൽ കുറച്ച് അമ്മമാർക്ക് ഫോട്ടോ ഒക്കെ സ്പോൺസർ ചെയ്ത ഒരാളാണ്. അത്രമേൽ ഉള്ള ഒരാളപ്പം അദ്ദേഹം എന്താ പറയുക, ദീപാവലിക്ക് ഒരു ഗിഫ്റ്റായിട്ട് എന്നെ ഏൽപ്പിച്ചൊരു സാധനമാണ്. അപ്പം സെലക്ട് എനിക്ക് എന്താണോ എൻ്റെ മനസ്സിന് തോന്നുന്നത് അതെന്ത് തന്നെയായാലും അതെടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച് വിട്ടു. അപ്പം ഞാൻ ഈ 2 എടുത്തതാണ്. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാം കൂടി ഭയങ്കര ടയേർഡായിട്ടോ. കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം ഒന്ന് കുളിക്കാൻ, എന്നാലേ ഒന്ന് സമാധാനമാവുള്ളൂ. നേരെ ഓടിപ്പടിഞ്ഞ് പോയിട്ട് കുളിക്കാനൊന്നുള്ള ശേഷിപ്പ് എനിക്കില്ല. കാരണം അത്രമേൽ ബസ് ടൈറ്റിൽ ഓടുമായിരുന്നു, പോരാത്തതിന് ബ്ലോക്കും ആയിരുന്നു. എല്ലാം കൂടി ടയേർഡായി. പോരാത്തതിനൊരു ഈ മെറ്റീരിയലിന് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഇരിക്കുമ്പോഴേക്കൊക്കെ ഒരുങ്ങിപ്പോവുക, അങ്ങനത്തെ ഒരു മെറ്റീരിയലും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.